ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. എടത്തിരുത്തിയിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടത്തി. എടത്തിരുത്തി പ്രിയദർശിനി ഹാളിൽ നടന്ന സമ്മേളനം മൗനയോഗി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യകളിലൂടെ വിജ്ഞാനം വിരൽത്തുമ്പിലെത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യകളൊക്കെ വിസ്മയം ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പക്ഷെ നമുക്കറിയാം, മനുഷ്യത്വം ലോകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങകലെ ചന്ദ്രനിലുള്ള ഒരു ഗർത്തത്തിന്റെ ആഴം ഇത്ര സെന്റിമീറ്ററാണ് എന്ന് അളക്കാൻ കഴിയുന്ന രീതിയിൽ സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചു നിൽക്കുന്നു. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ വേദനയെ തൊട്ട് അറിയാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നത്. ലോകത്തെ സമസ്ത മനുഷ്യരാശി ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അവർക്കൊക്കെ ആശ്രയമാകുന്ന, അവർക്കൊക്കെ അഭയം തേടാവുന്ന ഒരേ ഒരു ജീവിത ദർശനമേ ഈ ലോകത്തുണ്ടായിട്ടുള്ളൂ, ഈ ലോകത്തുള്ളൂ, ഈ ലോകത്ത് നിലനിൽക്കുകയുള്ളൂ. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അധ്യക്ഷനായി. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച്, അതായത് 100ാം വാർഷികത്തോടനുബന്ധിച്ച് നാട്ടിലെമ്പാടും ഭാരതത്തിലുടനീളം ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ എടത്തിരുത്തി പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന ഏറെ സ്നേഹമുള്ള നാട്ടുകാരെ പ്രിയപ്പെട്ടു. നമ്മളിവിടെ വരുന്നതിന് മുമ്പ് പലരും, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇവിടെ എത്തിയിട്ടുള്ള പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളൊക്കെ ഹിന്ദു ഐക്യവേദിയുടെ ആളുകളാണോ, അല്ലെങ്കിൽ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നുവോ എന്നൊക്കെ ചോദിക്കുന്നു. പലരും പല അഭിപ്രായങ്ങളും പറയുന്നത്. തീർച്ചയായും നമ്മളിനി ഹിന്ദു ഐക്യവേദിയുടെ ആളുകളാണോ എന്ന് ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മറുപടി, ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ മാത്രമല്ല, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകനും ഒപ്പം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തനം കൂടിയാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. തീർച്ചയായും അത്രയ്ക്കും കാലം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഹിന്ദു ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അൺട്രോയർ അടിച്ചു നോക്കിക്കൊണ്ട് ഹിന്ദു അല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിയിട്ട് പോലും അവിടെ മരിച്ചു വീണ 10-26 പേർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാതെ എങ്ങോ വെളുക്കുന്ന ഗാസയിൽ മരിച്ചു വീഴുന്നവർക്ക് വേണ്ടി, തീവ്രവാദ പ്രവർത്തനത്തിലൂടെ മരിച്ചു വീഴുന്നവർക്ക് വേണ്ടി കണ്ണീരൊഴിപ്പിക്കുകയും അവർക്ക് വേണ്ടി ജാഥ നടത്തുകയും ചെയ്യുന്ന നമ്മുടെ ഈ നാട്ടിലെ ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കവിയും പ്രഭാഷകനുമായ സുരേഷ് ബാബു കിള്ളിക്കുരിശിമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. മുഖ്യ സംയോജക് ജ്യോതിബാസ് തേവർക്കാട്ടിൽ, സരിത ജോഷി, പി വാണിദേവി, ഷൈന ജയപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ.
എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ. ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. ലോകം ഇത്ര വേഗത്തിലാണ് നീങ്ങുന്നത്. ഓരോ നിമിഷവും സന്തോഷം മാത്രം. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ആ സ്വപ്നങ്ങൾ കൊണ്ട് നാം നെയ്ത ആത്മവിശ്വാസത്തിന്റെ കഥ. നാം എന്ത് ധരിക്കുന്നു എന്നതിലല്ല, അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ.